ഭയങ്കര രസമുള്ള ഒരു അനുഭവമായിരുന്നു ഞാൻ മൂകാംബിക പോയത്. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാണ് ഞാൻ മൂകാംബിക പോകുന്നത് തന്നെ. എന്നെ പറ്റിച്ചിട്ടാണ് വിനീത് മൂകാംബികയിലേക്ക് കൊണ്ടുപോകണം. അരവിന്ദൻ്റെ അതിഥികളുടെ പാട്ടുകൾ നീ ആ സ്ഥലം ഒന്ന് കാണ് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ കൊച്ചിയിലേക്കാണ് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് പോണേ. ഇവൻ എനിക്ക് ബോർഡിംഗ് പാസും കാര്യങ്ങളൊന്നും കാണിച്ചിരുന്നില്ല. സെക്യൂരിറ്റി ചെക്കിൻ്റെ സമയത്തൊക്കെ ഇവനാണ് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് മുമ്പിൽ പോകുന്നത്. ഞാനാണെങ്കിൽ വേറെ ഒരു പടത്തിൻ്റെ കമ്പോസിങ് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിൽ വന്ന് എൻ്റെ മോനെയൊക്കെ കാണാൻ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവൻ എടാ ടിക്കറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നീ എന്തിനാണ് ടിക്കറ്റ് എടുക്കുന്നത്? ഇല്ല ഞാനുണ്ട് കൊച്ചിക്ക് എന്നും പറഞ്ഞിട്ട് ആണ് ഞങ്ങൾ പോയി. ഈ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഇവൻ പറഞ്ഞു, എടാ നീ പോയിട്ട് നിൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ ഇങ്ങ് തന്നേക്ക്, ഞാൻ ചെക്ക് ഇൻ ചെയ്തോളാം, നീ പോയിട്ട് എന്നോട് എന്തോ ചെയ്യാൻ പറഞ്ഞു, സ്വീറ്റ്സ് മേടിക്കാൻ പറഞ്ഞു അവിടെ. അങ്ങനെ ഞാൻ പോയി സ്വീറ്റ്സ് മേടിക്കുന്ന സമയത്ത് ഇവൻ ചെക്ക് ഇൻ ചെയ്തു. സെക്യൂരിറ്റി ചെക്കിൻ്റെ സമയത്ത് പോലും ഇവൻ എൻ്റെയും അവൻ്റെയും ബോർഡിംഗ് പാസ് എടുത്തിട്ട് പോയി. ഞാൻ പറയാ എൻ്റെ ബോർഡിംഗ് പാസ് കുഴപ്പമില്ല. അപ്പോൾ ഈ മറ്റേ ഫ്രിസ്കയിൽ നിന്നാണ് മലയാളിയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ കയറിയിട്ട് നമ്മൾ ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൊച്ചിൻ ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. അപ്പം ഞാൻ പറഞ്ഞു വാടാ പോവാം, പോവാം 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 എന്നൊക്കെ പറഞ്ഞ് വേറെ ഏതോ ഒരു അനൗൺസ്മെൻറ്റ് വന്ന സമയത്താണ് വിനീത് പറഞ്ഞ വാ ഇനി പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ കൊച്ചിയുടെ ബോർഡ് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് മംഗലാപുരത്തിൻ്റെ മംഗലാപുരം ഗേറ്റിലേക്കാണ് ഇവൻ പോണേ. ഞാൻ പറഞ്ഞു ഇതെന്താ മംഗലാപുരം ഗേറ്റ്? അളിയ നമ്മൾ മൂകാംബികയിലേക്കാ പോണേ. ഞാൻ പറഞ്ഞു എന്ത്, എനിക്കെന്റെ മോനെ കാണണം. അപ്പൊ അവൻ പറഞ്ഞു അല്ല നീ ഒന്ന് മൂകാംബികയിലേക്ക് വന്നിട്ട് ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് നീ വീട്ടിൽ പോയിട്ട് നീ കമ്പോസിങ് തുടങ്ങിക്കോന്ന് പറഞ്ഞു. റെഡ് ഹോട്ട്. ഞാൻ ഇവനോട് ഫ്ലൈറ്റ് ഒന്നും മിണ്ടുന്നൊന്നുമില്ല. ഇവൻ ഇടയ്ക്ക് എൻ്റെ സൈഡിലിരുന്നിട്ട് ഇവൻ അളിയ അളിയ ഞാൻ ആ മൂടാണ് കഴിഞ്ഞിട്ട് അതന്നെ അതിന്റെ ഇടയിൽ നമ്മുടെ വിജയ് യേശുദാസ് വന്നിട്ട് നമ്മുടെ പുറത്ത് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് തോളത്ത് കയറ്റിട്ട് എപ്പോഴും അതാണ് വിജയ്, തോളത്ത് കൈയിട്ടാ വിചാരിച്ചാ വിജയ്. അതെ, തോളത്ത് കയറ്റിട്ട് ഹലോ ബോയ്സ് കൈ എടുക്കണം അവിടെയും അതന്നെ. അപ്പൊ വിജയ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ്, ഓക്കേ ഓക്കേ. അങ്ങനെ മംഗലാപുരത്ത് ചെന്ന് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു ക്വാളിസ് കിടക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞൊരു ക്വാളിസ്. എന്നിട്ട് അതിനകത്ത് കയറിയിട്ട് സാർ എന്തെങ്കിലും കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്തിനാ? അല്ല ഒരു 3-4 മണിക്കൂർ ഉണ്ട് അതുകൊണ്ടാണ്. അവിടുന്ന് പിന്നെയും പൊട്ടി എനിക്ക്. കുറച്ച് സമയം എടുക്കും. അതെ. പക്ഷെ എൻ്റെ പൊന്നു മോളെ മൂകാംബികയിൽ ചെന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഒരു എനർജി ഉണ്ട് അവിടെ. അത് ഭീകരാണ്. ഞാൻ എന്നിട്ട് അടുത്ത 2 ദിവസം ഇങ്ങനെ നടക്കുകയായിരുന്നു ഫുൾ മൂകാംബികയിൽ. എന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നിട്ടാണ് അരവിന്ദൻ ചെയ്യുന്നത്. സൂപ്പർ, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല അത് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് ഈ ക്വാളിസ്ന്ന് ഇറങ്ങുമ്പോൾ ആ പടത്തിന്റെ ഡയറക്ടർ മോഹനേട്ടൻ, അതുപോലെ എൻ്റെ കൺട്രോളർ ഷാഫി ചെമ്മാട് എല്ലാവരും കൂടെ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഓടി വരികയാണ് വിനീതിനെയും എന്നെയും വരവേൽക്കാൻ വേണ്ടിയിട്ട്. ഓടി വന്നപ്പോൾ വിനീത് ഇങ്ങനെ അവരോട് അതായത് ഞാൻ ഫുൾ ഇങ്ങനെ നിൽക്കുക. പക്ഷെ ഞാൻ ഇതിങ്ങനെ കയറാൻ തുടങ്ങി. ആ ഒരു എനർജിയും ചുറ്റുമുള്ള ആൾക്കാരും ആ ഒരു ഫ്രേഗ്രൻസും എല്ലാം ഇങ്ങനെ വന്നിട്ട് ഞാനിങ്ങനെ ഇവനെ നോക്കിയിട്ട് ഞാനൊരു ചിരി ചിരിച്ചു. അപ്പോൾ വിനീത് അവരോട് ഇനി വന്നോ. അങ്ങനെ ഒരു 2 ദിവസം അവിടെ ഫുൾ തെണ്ടി തിരിഞ്ഞ് നടന്നു.